ഭർത്താവിനെ കാണാതായ ഒരു ഭാര്യ ഈ അവസ്ഥയിലായിരിക്കോ? ഒരു തണുപ്പം മട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മാധവേട്ടനെ കാണുന്നില്ലെന്ന് വെക്ക്, രാധിക എങ്ങനെയായിരിക്കും? ദുഃഖപ്പായ വിരിച്ച് കിടക്കില്ല ചെയ്യാ. ആന്റി, ഒന്നാമത് ഇവിടെ എല്ലാരും വിഷമിച്ചിരിക്കുക. ആന്റി ഓരോന്ന് പറഞ്ഞു ബുദ്ധിമുട്ട് കൂട്ടരുതേ. അയ്യോ എന്റെ മോളെ, നിന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല. നിന്നോടൊന്നും ആർക്കൊന്നും പറഞ്ഞ് ജയിക്കാനും പറ്റില്ല. അത്രയ്ക്കല്ലേ നാവാട്ടം. ഒരു പയ്യനെ കണ്ട് ഇഷ്ടപ്പെട്ട് മറ്റന്നാ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന നിപ്പില് കാലുമാറിയ ആളല്ലേ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. അയ്യോ ഞാനില്ല എന്റെ പൊന്നെ. പയ്യനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവരുന്നതിന് മുന്നേ പെണ്ണിന്റെ ഇഷ്ടം കൂടി ചോദിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നിരിക്കും. പിന്നീട് ഇങ്ങനെ ഏഷണിയും കുറ്റവും പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. ചിലർക്കൊക്കെ അതായിരിക്കുമല്ലോ വലിയ താല്പര്യം. ശാരി, നീ ഒന്നും മിണ്ടാതിരിക്കേ. ആന്റിയുടെ ബന്ധുവായിരിക്കും പയ്യൻ, എന്റെ വീട്ടുകാർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ ആദ്യം എനിക്ക് ഇഷ്ടമാവണം. കടപ്പാട് നോക്കി കഴുത്ത് വെച്ചു കൊടുക്കാനൊന്നും വയ്യ ആന്റി. ആ കാലമൊക്കെ പണ്ടായിരുന്നു. ശാരി, മര്യാദയ്ക്ക് സംസാരിക്കേ. വളരെ കാലം കൂടി വീട്ടിൽ വന്നതാ ഭാർഗവി. നിന്റെ വിപ്ലവമൊക്കെ ഞങ്ങളോടയക്കോ. ആളും തരവും കൊണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിലേ അടി വാങ്ങും. അയ്യോ രാധികയെ തല്ലരുത്, കൈതാക്ക്. തല്ലിയാലേ അമ്മയെന്ന അച്ഛനൊന്നും നോക്കില്ല. ഇപ്പോഴത്തെ പിള്ളേര് തിരിച്ചു തല്ലും. ഓ, ആന്റി പറയുന്നത് ഒന്നാം തരം തല്ലിയോളത്തരം ആണെങ്കിലും ഞാൻ പ്രായത്തെ ബഹുമാനിക്കുന്ന ആളാ, അതുകൊണ്ട് കുഴപ്പമില്ല. പറയുന്നതനുസരിക്ക് അച്ഛാ, ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടാ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ആരായാലും പ്രതികരിച്ചു പോവും. ചേച്ചിയെ കുറ്റം പറയുന്നു, എന്നെ കുറ്റം പറയുന്നു. നമ്മളെയൊക്കെ അല്ലേ ഈ കുറ്റം പറയുന്നേ? ഇതൊക്കെ ശരിയാണോ? നന്ദേട്ടൻ പോയതിൽ ചേച്ചിക്ക് ദുഃഖമുണ്ടോ ഇല്ലയോ എന്ന് ചേച്ചിക്കല്ലേ അറിയൂ. അത് ചേച്ചിയുടെ കാര്യല്ലേ. ഇനി അഥവാ ദുഃഖം ഇല്ലാന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് നാട്ടുകാർക്ക് ഇപ്പൊ എന്താ? ആന്റി പറഞ്ഞതുപോലെ ദുഃഖപ്പായി വിരിച്ച് കിടക്കാനൊന്നും എന്റെ ചേച്ചിയെ കിട്ടില്ല. അങ്ങനെ ആരും സ്വപ്നം കാണുകയും വേണ്ട. ആന്റി അച്ഛന്റെ അസുഖം അന്വേഷിച്ചു വന്നതല്ല, അസുഖം ഉണ്ടാക്കാൻ വന്നതാ. അതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാധികെ വേണ്ട, രാധികെ കൊലപാതകത്തിനൊന്ന് സാക്ഷി പറയാൻ എനിക്ക് വയ്യ. പ്രായം ബഹുമാനിച്ച് ഞാനൊന്നും പറയുന്നില്ല, പിന്നെ പറഞ്ഞു വെക്കാൻ സമയവും ഇല്ല. അതുകൊണ്ട് ഇതിവിടെ വെച്ച് നിർത്തുന്നു. അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. അച്ഛാ, പോയിട്ട് വരാം. എവിടെയാണ് പോക്കെന്നൊക്കെ എനിക്കറിയാം. എവിടെ ആന്റി ഞാൻ പോകുന്നേ? എനിക്കറിയാം എവിടെയാ പോണെന്ന്. ഞാനൊന്നും പറയുന്നില്ലേ. ആന്റിക്ക് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ പറയാം. ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവാ. തീർന്നില്ലേ? ചിലപ്പോ ഞങ്ങളൊന്ന് കറങ്ങിയിട്ടൊക്കെ വരത്തുള്ളൂ. വേണമെങ്കിൽ ഒരു ഫിലിമിനും പോവും. ഇതാ നിങ്ങളുടെ ഒക്കെ കുഴപ്പം. ഒരു മര്യാദയും ബഹുമാനവും ഒക്കെ കാണിച്ചു പോവാന്ന് വെച്ചാ നിങ്ങൾ തന്നെ തുറന്നു പറയിപ്പിക്കും. വല്ലാത്തൊരു കഷ്ടം തന്നെ. ഇനി ഇത് വെച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റില്ലല്ലോ.